രാവിലെ തന്നെ നല്ല കോടമഞ്ഞാണ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ കുഞ്ഞാച്ചൻ്റെ വീട്ടിലാണ്. നമ്മളിപ്പോൾ ഇതുണ്ട് ഇവിടുത്തെ പന്തൽ കിട്ടിയ ഈ പന്തൽ കിട്ടിയതാണ് കേട്ടോ, കൊള്ളാമെന്ന് കാണാൻ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പറയും. നേരത്തെ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ ചരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ സെപ്പറേറ്റ് കമ്പി വെച്ച് ഇങ്ങനെ കെട്ടി ഇങ്ങനെയാണ് പന്തലിട്ടിരിക്കുന്നുണ്ടോ? ഇല്ല, ഇത് ഒത്തിരി സ്പേസ് ഉള്ള പോലെ. ഇവിടെ അന്ന് ഇത്ര സ്പേസ് ഇല്ലായിരുന്നു. ഇവിടെ ഇന്നിപ്പോൾ ഒത്തിരി സ്പേസ് ഉള്ള പോലെ ആയി. കണ്ടല്ലേ, ഒത്തിരി സ്പേസായി. കാരണം ഇവിടെ കണ്ടോ സെപ്പറേറ്റ് കമ്പി ഇങ്ങനെ വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. ഇപ്പം നമ്മുടെ ഇങ്ങോട്ട് വണ്ടി ഇറങ്ങി വരത്തില്ല കേട്ടോ, ഇങ്ങോട്ട് ഇറങ്ങി വരത്തില്ല. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പം ഇത് ശരിയാക്കും. പിന്നെ എന്താ, ഒത്തിരി പേര് ചോദിച്ചു ചേച്ചി എന്ത് ഗിഫ്റ്റാണെന്ന്. ചേച്ചി എന്ത് ഗിഫ്റ്റ് ഇതാ കണ്ടില്ലേ, ഇതാണ് ചേച്ചി തന്ന ഗിഫ്റ്റ്. ചേച്ചിയും കുഞ്ഞാച്ചേട്ടനും കൂടെ തന്നതാണ്. അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞാനൊരു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. എന്താ പറയുക, കേക്ക് വേണം നമ്മളെ. ആ കേക്കിന് നമ്മുടെ ഈ ക്രിസ്ത്യാനികളുടെ കല്യാണത്തിന് കാണത്തില്ല, കേക്ക് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് അവർ മുറിച്ചിട്ടൊക്കെ അങ്ങനെ സെറ്റപ്പൊക്കെ. അപ്പോൾ ഞാൻ പക്ഷേ അങ്ങനത്തെ സെറ്റപ്പ് ആയിരിക്കുന്നു. അപ്പോൾ കേക്കിന് സ്റ്റാൻഡ് കൊണ്ട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ കേക്ക് ആദ്യത്തെ കഷ്ണം എൻ്റെ വയലായിരിക്കും എന്നൊക്കെ. അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഇതാണ് ചേച്ചിയുടെ ഗിഫ്റ്റ്. IQ ZS9 Pro 5G അങ്ങനെന്തോ ഇതാണ് ഫോൺ. ഇവിടെ നമുക്ക് അകത്തോട്ട് അല്ലേ ഒരു ഗിഫ്റ്റൊക്കെ പൊളിച്ചോണ്ടിരിക്കുന്നു. ഇഷ്ടംപോലെ ഗിഫ്റ്റുണ്ട്, ഇഷ്ടംപോലെ. കുറച്ചൊക്കെ ഉഷാമ്മയുടെ വീട്ടിലാണ്. ആരൊക്കെയോ പറക്കിക്കൊണ്ട് പോയതെന്ന് തോന്നുന്നു. കുറച്ച് പിന്നെ ഉഷാമ്മയുടെ വീട്ടില് കൊണ്ടുവച്ചിട്ടുണ്ട്. വൈകിട്ട് പോയപ്പോൾ അമ്മയുടെ കൊണ്ടുപോയി. ഇവിടെ വന്ന വണ്ടിയിൽ ഇത്രയല്ല. കൃഷ്ണനൊക്കെ ഉണ്ട്, കൃഷ്ണന് രാധ. എല്ലാവരും കൂടുതലും കല്യാണത്തിന് കൃഷ്ണൻ രാധ ചെയ്തിട്ടില്ല. നല്ല രസമുണ്ട്. ഇപ്പോൾ അന്നിങ്ങനെ പൊങ്ങി ഇരിപ്പുണ്ട്. എന്താ സ്റ്റോണൊക്കെ. ചിമ്പർ ചില ദിവസം എന്നെ കണ്ടാ അറിയത്തില്ല, ചില ദിവസം എന്നെ കണ്ടാ അറിയാം. ഇതിങ്ങനെ വെക്കണം ഈ ഫോട്ടോ ഒക്കെ. ഒരു ഫോട്ടോ സെൻറ്റർ വെച്ചിട്ട് ഒരു ഫോട്ടോ ഇങ്ങനെ മേളിൽ, ഒരു ഫോട്ടോ സൈഡിൽ. ആ കൂടുതൽ ഈ സ്റ്റെയറിൻ്റെ ഒക്കെ സൈഡൊക്കെ സെറ്റപ്പാണ്. ആ ഇവിടെ നോക്കാമല്ലോ. ആ ഒന്നുമില്ല. ചിമ്പറിന് ഒരെണ്ണം കൊടുക്കാമെന്ന് ചോദിക്കുമോ? ബാ സ്കൂബി. ഞാൻ കിടന്ന് ഉറങ്ങാൻ നേരത്തെ എന്തോ നനഞ്ഞ സാധനമൊക്കെ എൻ്റെ മൂക്കിയൊന്ന് മുട്ടുന്നു. ഈ TV ഇതുവരെ ഓണാക്കിയില്ല. നമ്മളിന്ന് TV അൺബോക്സ് ചെയ്യും. TV ലൈറ്റ് എത്തിച്ച് ആദ്യം ലൈറ്റ് എത്തിക്കും. നമ്മുടെ ഫോട്ടോ കാണുന്നില്ല, എല്ലാവരും കൃഷ്ണൻ്റെ രാധയാ. ആ ഈ കൃഷ്ണൻ്റെ രാധയുടെ കൈ ഞാൻ കണ്ടുപിടിച്ചത് ഇതാരെന്നറിയുമോ? മറ്റേ കുഞ്ഞാച്ചൻ്റെ ചേച്ചിയാണ്. ആ കൈകൾ. കൃഷ്ണൻ ഫോട്ടോ എടുക്കുന്നു, രാധ ഫോട്ടോ നോക്കുന്നു. അത് താലിമലയിൽ നിന്ന് ദൈവത്തിനെ മാറ്റിയപ്പോൾ അവർ ഫോണിൽ ഫോട്ടോ എടുത്ത് അയക്കുക. അതെന്താ ഒരു ശബ്ദം? കൊള്ളല്ലോ. അതെന്ത് പറ്റി അങ്ങ് ഡാർക്കായി പോയേ? അതിനകത്തോട് എന്തെങ്കിലുമൊക്കെ വെച്ചോണ്ട് വരായിരുന്നു.
ലൈറ്റ് എത്തുന്നുണ്ട് അടിയെന്ന് തോന്നുന്നു. ആ ഷർട്ടല്ല, മുണ്ട അല്ല, സെറ്റ് സാരിയാ. സെറ്റ് മുണ്ടുവാ ആണോ? കിച്ചു അല്ലേ പറയുന്നത്. കണ്ട് സെറ്റ് സാരി പറ്റും. ഇതാണ് ആ സാധനം. ഫ്ലാഷ് ഓഫ് ആക്കിട്ടെ. അഡ്രസ് ഉണ്ടല്ലേ? പക്ഷെ അല്ലാതെ നോക്കുമ്പം പ്യൂർ കണ്ണാടിയാണ്. ഓ തയ്ച്ചേരി വാങ്ങിയിരിക്കില്ലേ? ഈ കൊള്ള ഇഷ്ടം പോലെ സാരി കിട്ടിയില്ലേ? ആ സാരി കൊള്ളാല്ലേ? ദിസ് ഈസ് വെരി വെരി ഗുഡ്. കളറും കൊള്ളാം. ഇത് കല്യാണത്തിന് മുമ്പ് തന്നായിരുന്നു, കല്യാണത്തിന് എടുത്തന്നെ. ഒരെണ്ണ സാരി പറഞ്ഞ ചുരിദാറോ? അതെടുത്ത് എങ്ങനെ ഇരിക്കും? ആ അതെടുത്ത് എങ്ങനെ ഇരിക്കും? അല്ല അതിട്ട എങ്ങനെ ഇരിക്കും? അതിട്ട അങ്ങനെ ഇരിക്കും. ഫുഡുണ്ടാക്കി ആ ഷർട്ടും മുണ്ടും ഉണ്ട്. അത് തുണിയാണോ അത് മേലിരിക്കുന്നത്? സെറ്റും മുണ്ടും അല്ലേ? ചെറിയ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ തോന്നുന്നു. റെഡോ? ആ ഇവരുടെയൊക്കെ വീട്ടിൽ വിരുന്നിന് പോകുമ്പോൾ ഈ സാരി എടുത്തോണ്ടാ മതി. ഷർട്ടൊന്നുമില്ല, ഷർട്ടൊന്നുമില്ല. മറ്റേ രണ്ട് ഷർട്ടാരുടെ രണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് ഷർട്ട് കാണിച്ചില്ലേ? എവിടെ ഇരിക്കുന്നത്? കൊണ്ടുവന്നോ? കല്യാണത്തിന് കൊണ്ടുവന്നോ? ആരൊക്കെയോ വീഡിയോ കാണുന്നവരും കൊണ്ടുവന്നോ? ഒരു തെറ്റും മുണ്ടും വേറൊരു കാര്യം. എന്താ ഫോട്ടോ? കാപ്പി കുടിക്കണ്ട. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കുറച്ചിരുട്ടത്താട്ടോ ഞാൻ വെട്ടവിടെ അല്ല ഇത് പിന്നെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വിരുന്നാണ്. വിരുന്ന് ഇത്തിരി രാത്രിയിലായി പോയെന്നേ ഉള്ളൂ. അതായത് കുഞ്ഞാവിടെയൊക്കെ വീട്ടിൽ ഇവർ കുടുംബക്കാരെല്ലാം കൂടെ ഏതെങ്കിലും ഒരു വീട്ടിൽ കൂടും. കുറേ നേരം വർത്തമാനവും പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പിരിയും. അങ്ങനെ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് ഉഷാമ്മയുടെ വീട്ടിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവരുടെ ഒത്തുകൂടലും ബഹളവും വർത്തമാനവും എല്ലാം. എല്ലാ കുടുംബക്കാരും ഉണ്ട്. ഇപ്പോൾ കുറേ പേരുണ്ട്, ബാക്കി എല്ലാവരും വരും. ഭയങ്കര ഒച്ചപ്പാടാണ്. ഈ ഏരിയയിലുള്ള ആർക്കും ഇന്നിനി ഉറങ്ങണ്ട. അവർ എന്തെങ്കിലുമൊക്കെ ക്യാരംസ് കളിക്കുമോ, ഫുഡ് ഉണ്ടാക്കും. പെണ്ണുങ്ങളെല്ലാം കൂടെ ഫുഡ് ഉണ്ടാക്കുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. ചേട്ടന്മാരും പിള്ളേർ സെറ്റും എല്ലാം കൂടെ വേറൊരു വഴിക്ക്. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. കാണിച്ചു തരാവേ. കിച്ചു കൂടിയിട്ടുണ്ട്. ഇതോ നമ്മുടെ വണ്ടി. കിച്ചു വാ ഇവിടെ. ഇതാണോ അകത്ത്? ഞാൻ പുറത്താടാ. വരുവാ. ഇവ എത്ര നേരം കളിക്കായിരുന്നു. ഞാൻ വരും പറഞ്ഞു, എൻ്റെ അടിമയെ നീ എന്നോട് ചോദിക്കാണ്ട് കളിക്കാൻ പോയാ. പിടി ഫോൺ, ചുമ്മാ പിടിച്ചു. നമസ്കാരം. നിങ്ങളിപ്പോൾ കാണുന്നത് കുടുംബിനിയാണ്.
ആണോ? ആ കുഞ്ഞാന്റെ സ്റ്റാറ്റസ് കാണിച്ചാൽ കണ്ണൂത്തിച്ചിരിക്കുക. വിളിച്ചു വെച്ചാ കാണുന്നുണ്ടോ? എഴുതിയത് കാണുന്നുണ്ടോ? ലൈറ്റ്സ് ഓഫ്. ഓ പോയി. 30 സെക്കൻഡ് ഉള്ളടി. കണ്ട ഇതാണ് കുഞ്ഞാവന്റെ വാട്സപ്പ് സ്റ്റാറ്റസ്. ഹായ്, പെണ്ണാണാൻ വന്നാണല്ലേ? നിന്റെ കൈ ഒഴിയത്തില്ലല്ലോ, അതുകൊണ്ട് വേണ്ടെന്നാ. എന്തുണ്ടായോ ആലപ്പല്ലി വേണോ? പറഞ്ഞ പോലെ എന്നെ വീഡിയോ ദൈവമേ വരുന്നു എന്റെ മുത്താഴ്ച മാമുണ്ടേ അല്ലേ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കും. കഞ്ഞി കുടിക്കാനുള്ള കഷ്ടപ്പാടൊന്നും കണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ? ഉപ്പ് നാടിക്കുന്നുണ്ട്. നാരങ്ങയുണ്ടോ? ഓ മനസ്സിലായി. ഇനിയുണ്ട് ഇഷ്ടം പോലെ. ഉണ്ട്. നാരങ്ങയും മുളക് പൊടിയും കൂടെ. എനിക്ക് മുളക് പൊടി വേണ്ട. വേണ്ട, പിഴിഞ്ഞോട്ടു. പിഴിയല്ല തേക്കും കൊണ്ടാ. കണ്ടോ മരുവളം എന്തൊക്കെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? നമ്മള് മുളക് പൊടി കൂട്ടും. മുളക് വേണ്ടല്ലോ. കപ്പ് കണ്ടോ കിച്ചുവേ? നല്ല ടേസ്റ്റ് ഉണ്ട്. മുളക് പൊടിയും കൂടെ വേണം. എനിക്ക് തെച്ചിരുന്നില്ല. അല്ല മുളക് പൊടി ഇട്, നല്ല രസമുള്ളൂ. ഞാൻ വെക്കണോ? ചിക്കൻ കറി വെക്കണോന്ന് അല്ല വേണ്ടെന്ന് പറയണോ? ചിക്കൻ കറി ഞാൻ വെക്കണോന്ന് വേണ്ടെന്നൊക്കെ പറയാൻ വാ തുറന്നു പോയി. അല്ല ഞാൻ പറഞ്ഞാല് ഞാൻ വെച്ച വെച്ച് തരാന്ന് പറഞ്ഞ അമ്മ നീ പറയുന്നത് വിശ്വസിക്കും. എന്റെ മുല്ലപ്പൂന്നും പാടില്ല. അല്ല അതിന് വേറെ രസമുണ്ട്. ഞാൻ നോക്കി ഉപ്പല്ല പഞ്ചാര അതാത് ഇതെന്റെ കയ്യിരിക്കുന്നത് കണ്ടോ? എന്റെ അടിച്ചു പറ്റിക്കൊണ്ട് പോയി. ഞാൻ മേടിച്ചോളാം. ഞാൻ മേടിച്ചോണ്ടി. ഉപ്പ് കോരിട്ടോണ്ട് സീരിയലിലൊക്കെ ഉണ്ട് ഇങ്ങനെ വലിയ ലവ് വെച്ചിട്ട് കട്ടിൽ നിറച്ചു കൂടും. എന്നിട്ട് എന്തോതിനടി ചെറുക്കനെയും പെണ്ണിനെയും ഞെട്ടിക്കാനാണ് കയറി വരുമ്പോ. വലിയ വലിയ കാര്യങ്ങളാണ് വലിയ ചർച്ചകളാണ് അവർക്ക്. കാണുന്നില്ലേ എല്ലാം. അവൾ ഇത്തിരി സുന്ദരിയാണ്. ഉള്ളതെന്ന് പറയുന്നത് ഇത് ഉണങ്ങിപ്പോയി. രാമനോടിക്കൊന്ന് വരണം കേട്ടോ. ഞാനും ഇപ്പൊ മാർച്ച് ഏപ്രിൽ പകുതി വരെ ഉണ്ടാവും അവിടെ രാമന്റെ അവിടെ. ഞാൻ അവിടെ താമസിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഒറ്റ മനുഷ്യരില്ല വീട്ടില്.
ആ ഒന്ന് മീറ്റിങ്ങിന് പോകാൻ വേണ്ടി പുൽപ്പള്ളി സമയം പോയി അത് സമയം പോയി ഇട്ട് അല്ല കല്യാണത്തിന് ഇട്ടതല്ലേ അല്ല കല്യാണത്തിന് മാറ്റിയതല്ലേ ജിമിക്ക് ഇട്ടതാ ഇത് മധുരട്ടതാ അല്ല അത് മധുരട്ട ഇത് പേരെടുത്ത ഞാനെടുത്ത ഇതില്ല അവര് ബൈക്ക് ശരിയാക്കാൻ പോയാ ബൈക്ക് ശരിയാക്കാൻ പോയാ കിച്ചു വാ ഇവിടെ ആരാത് കോനെ ഓ അമ്മയാണ്ട് ചാടി വന്ന അല്ലേ നിന്റെ തല കാണും നമ്പർ അടി മമ്മീനെ വിളിക്കുമ്പോ നിന്നെ മുമ്പിൽ കൂടി ലോക്ക് നടക്കും ആ ആടി എന്താ ഞാൻ ദീപ്തിയുടെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു. മമ്മിയുടെ അമ്മ വിളിച്ചിട്ട് നീ ദീപ്തിയുടെ ഫോൺ വിളിച്ചു. ഹായ് ഗൈസ്, മറ്റൊരു ഗിഫ്റ്റാണ്. ഇതിലേക്ക് ചൂണ്ടാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല, ഒരു ദയനീയമായ നോട്ടം കാണുന്നു. പക്ഷെ ഞാൻ നിനക്ക് നിന്റെ ഭാവി, നിനക്ക് ഭാവി ഇല്ലാത്ത നിനക്ക് എന്തോന്നു ഭാവി വധു. ഈ വാച്ച് സ്വന്തമാക്കേണ്ടവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അല്ല അതൂടെ പറ, എന്റെ കൈക്ക് അല്ല ഒരു വാച്ചിന് എന്റെ കൈയുണ്ട്, മറ്റേ വാച്ച് വേണ്ട, എന്റെ ഭാവി വധു കൂടെ കോണ്ടാക്ട് ചെയ്യാൻ പറ. അതോടെ പറ. എന്റെ കൈയുണ്ട്, മറ്റേ വാച്ചിന് വേണ്ടി എന്റെ ഭാവി വധു കോണ്ടാക്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഐഡി ഉണ്ട്, ഒരാളെ കാണിച്ചാൽ വധുക്കൾ. അപ്പൊ ബാക്കി വധുക്കളെ നീ എന്ത് ചെയ്യും? ഈ ബാക്കി എങ്ങനെ, എന്റെ ദൈവമേ, ഇവൻ എല്ലാരും എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇവൻ അപാര കഴിവാ കേട്ടോ. എനിക്കിവനെ കാണുമ്പോൾ മറ്റേ ബോയിങ് സിനിമ ഓർമ്മ വരുന്നേ. അതിലെ മോഹൻലാലിന്റെ ഒരു അവസ്ഥ ഇവന്. ഞാൻ അറിഞ്ഞൂടാ സിനിമ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് ബോയിങ് അല്ലേ കുഞ്ഞാ? ആ നീ എന്നേലും കാണാൻ നിനക്ക് ഇട കിട്ടും. അതിന്റെ അല്ല എല്ലാം അങ്ങനെയല്ല, ബോയിങ്ങില് എണ്ണം കുറച്ച് കുറവാണ്, ഇവന് ഒരുപാടുണ്ടെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുറച്ച് നേരോടെ സമയമുണ്ട്, പെട്ടെന്ന് സന്യാസത്തിന്. അതെ, വാച്ചിന് ആള് വന്നില്ല ഇപ്പൊ സന്യാസത്തിന്. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാ, കിട്ടിയില്ല എന്ന് ചാർജർ. ഒന്നുകൂടെ വിളി കണ്ണാപ്പിയാ പറഞ്ഞെങ്കിൽ. ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ചാർജ് ഇല്ല. എന്റെ ചാർജർ അതല്ല രസം. കാണിച്ചോ? അല്ല ഇത് കുറച്ച് പിന്നെ വീഡിയോ ഇന്നലത്തെ സാധനങ്ങൾ പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്നതിൻ്റെയാ. ചാർജർ ഇങ്ങോട്ട് വന്നു. സെൽഫി സ്റ്റിക്ക് ഒരു കാറിൽ കയറി കണ്ണൂർ പോയി. കണ്ണൂർ അമ്മൂൻ്റെ വണ്ടിയിലുണ്ട്, ആ വഴി പോയി. ഫോൺ എൻ്റെ കയ്യിൽ, ചാർജ് കണ്ണാപ്പിയുടെ ലൂഷ്യമ്മയുടെ വീട്ടിൽ, എൻ്റെ സെൽഫി സ്റ്റിക്ക് അവിടെ പോയി. എന്തൊക്കെ വെപ്പറാള് വരുന്നത് ഇവിടുന്ന്. കുറേ ഗിഫ്റ്റൊക്കെ എവിടെയാ കൊണ്ടുവന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആളാം ഇത് എല്ലാരും എടുത്തിട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഡ്യൂക്ക് ഉണ്ട്, ഡ്യൂക്കിന്റെ കുറെ സീറ്റ് ഉണ്ട്. കുറച്ച് സീറ്റ് എടുത്ത് മാറ്റി. അല്ല ഡ്യൂക്ക് ഒന്നും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഉള്ളൂ. കണ്ണാപ്പിക്ക് പെമ്പിള്ളാരുടെ ബാൻഡോ ആലോചിക്കേണ്ട കേസാ. നീ 2 ദിവസം ഇവിടെ നിന്നില്ലായിരുന്നു ഗൈസ്? ഇവിടെ അടുക്കളയിൽ വർത്തമാനവും പാചകവും എല്ലാം നടക്കുന്നു. ഞാനപ്പോൾ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് എന്തൊക്കെയോ കഴിച്ചു. അപ്പോൾ കുറച്ച് നേരം ഞാനിനി എഡിറ്റ് ചെയ്തില്ലെങ്കിൽ നാളെ ഇടാൻ വീഡിയോ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും കുറച്ച് നേരം മാത്രം. പക്ഷേ എല്ലാവരും കണ്ടിട്ട് അങ്ങനെ ചെയ്യാനും തോന്നില്ല. ഞാൻ അങ്ങനെ കൂട്ടത്തിൽ പെട്ടില്ല. അവർ ഓർക്കൂല്ലേ ഞാനിവിടെ ഒറ്റയ്ക്ക് കയറിയിരുന്ന ഫോണും കൊണ്ട് ഇങ്ങനെ കുത്തിയിരിക്കുന്ന ഒരു ദുഷ്ടല്ല, അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയെന്ന് പറയൂല, ഒരു അമ്മായി എന്ന് വിചാരിച്ചാലും എല്ലാവരും വിചാരിക്കുമല്ലോ ഞാൻ ഒറ്റയ്ക്ക് കയറിയിരുന്ന് ഫോണിൽ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനും പോവാം. നോക്കെൻ്റെ മൈലാഞ്ചി. എനിക്ക് മൈലാഞ്ചി ഇട്ടിരിക്കാൻ ഭയങ്കര മടിയാണ്. അത്രയും നേരം അടങ്ങിയിരിക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് അമ്മ പറഞ്ഞു തന്നു, ബിഗ് ബി എന്നും പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് വാങ്ങിച്ചിട്ടാൽ അതി പെട്ടെന്ന് കളറാവുന്നു. ഇട്ടൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല കറുത്ത കളറായി. ഇത് നല്ല കളർ, ഡാർക്ക് കളറായിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് കണ്ടാൽ അറിയാം. 10 മിനിറ്റത്തേക്ക് മൈലാഞ്ചി ഇടുന്നു, കഴുകുന്നു, പോകുന്നു. അത് ലാസ്റ്റ് അർദ്ധരാത്രി എപ്പോഴോ ആണ് ഇട്ട്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഇതുപോലത്തെ ഫേഷ്യൽ ചെയ്യാനിരിക്കാൻ മടിയാണ്, എല്ലാ കാര്യവും. എനിക്ക് അത്ര മടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് അടങ്ങിയിരിക്കാൻ വയ്യ അത്രയും നേരം. എനിക്കിങ്ങനെ ചാടി ഓടി നടക്കുന്ന എന്തെങ്കിലും പരിപാടിയാണ്, അതിലെനിക്കൊരു സന്തോഷമുള്ളൂ. അതുപോലെ മുടി കഴുകാൻ പോകുന്നിടത്ത് മുടി വാഷ് ചെയ്യാൻ പോയാൽ പിടിച്ചിരുത്തുക, ബലമായിട്ട് പിടിച്ചിരുത്തി തരും. അങ്ങനെയാണ്. അണ്ണാടി നോട്ട സാധനമാണ്. അതെന്തുവാ? പേടിപ്പിക്കാതെ എന്റെ കയ്യിൽ ചെറിയ കൈ ആയതുകൊണ്ട് ഒരുമാതിരി വാച്ചൊന്നും എനിക്ക് അളവാകില്ല. എങ്ങനെയാണോ ഇങ്ങോട്ട് പോകാം. നല്ല
ഒച്ചപ്പാട് കേട്ടെ ഓ പുത്തൻ വാച്ച് കിട്ടിയതിൻ്റെ സമയം നോക്കുന്നല്ലേ സമയം എത്രയായിരുന്നു? ഞാനും അടുത്ത കയ്യിലാണല്ലോ വാച്ച് വെക്കുന്നത്. ഞാൻ വാച്ച് കെട്ടാത്ത എൻ്റെ അളവിൽ വാച്ച് മേടിച്ച ഇത്രയും മുറിച്ച് കളയണം 2 സൈഡിൽ നിന്ന്. ആദ്യമൊക്കെ വന്നായിരുന്നു. വാച്ച് കെട്ടാത്ത ആടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. പറയാം വിളിക്കാം. എവിടെയെങ്കിലും പോകുമ്പോൾ വാച്ച് കെട്ടാൻ ആദ്യം തുടങ്ങുന്ന അവസാനം നമുക്ക് എടുത്തിരും. ഒരു തവണ കെട്ടി പഠിച്ചാലല്ലോ അടുത്ത തവണ കെട്ടാം. ഓക്കെ ശരി. ഇങ്ങോട്ട് കയറ്റി വെക്കുന്നത് ഇങ്ങനെ അവിടെ സ്ഥലമാണ്. അവിടെ ആണോ ഇവിടെ ആണോ? അവിടെ അല്ല ഇതിങ്ങനെ വാച്ച് കെട്ട അങ്ങനെയല്ലടി. ഇത് നമുക്ക് സൈസ് കറക്റ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു സൈസ് ഒന്ന് കെട്ടി കാണിച്ചതാ ഏതെങ്കിലും അതങ്ങോട്ട് പ്രസ് ചെയ്യണം. ഞാൻ വീഡിയോ പിടിക്കാൻ 2 പേരുടെ കെട്ടിത്താ. അളിയനും കൂടെ വാച്ച് കിട്ടുന്നതാണ് ഗൈസ് നിങ്ങളിപ്പോ കാണുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങ് പ്രസ് ചെയ്താൽ മതി. ഞാനതാ ചെയ്തേ. അയ്യോ എന്റെ കൊരവള്ളി പൊട്ടിക്കുന്നേ. ഇത് ഈ സാധനം കണ്ടോ? ആളാം ബീത ഈ സാധനം വെച്ച് ഇവിടെ നോക്കിയോ? ഇപ്പൊ കണ്ടോണേ. കണ്ടോ അവിടെ നോക്കായി. ഇനിയും ഇതിപ്പോ വാച്ച് എന്ത് പറ്റി ഇങ്ങോട്ടോ ഞാൻ എൻ്റെ കൈ കാണിച്ചു തരാം. എന്നാ അങ്ങനെയെങ്കിൽ അങ്ങനെ കണ്ടോ എൻ്റെ കണ്ടോ? നിന്റെ അങ്ങനെയാ? പക്ഷെ ഇത്രയും വലിയ ഫിറ്റിംഗ് ഒന്നുമില്ല. എന്റെ നാച്ചുറൽ ഫിറ്റിങ്സ് ആണ്. കെട്ടി കാണിച്ചിട്ട് സാധനം തരണം. ചിലപ്പോൾ പോയാൽ പിന്നാലെ ഞാൻ വരും. ഇത് കെട്ടിയില്ല നിനക്ക് അടിയടാ. ആരടാ അത്? എന്ത് പറ്റിയടാ? കെട്ടും ഒരു വാച്ച് കെട്ടാത്തൊരു ഹതഭാഗ്യനെ കണ്ടോ നിങ്ങള്? ഇന്നെന്തുവായിരുന്നു ഡയലോഗ്? എങ്ങനെ? എന്ത് പറ്റി കിച്ചു? എടാ എനിക്ക് വാച്ച് കെട്ട അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, ഞാനിത് നോക്കിയിട്ടാവുന്നില്ല. ഇതിന്റെ വാച്ച് കുലുങ്ങുന്നോണ്ടാണോ നിനക്ക് കേട്ടാൻ പറ്റാത്തേ? ഭൂമി കുലുങ്ങുമ്പോ ആൾക്കാർ ഇതേണ്ട അടുത്തത്. ഇതെന്താ നാളാം ഇത് പിള്ളേര് കളിക്കുന്ന? അയ്യോ കരയുവാണോ? എന്ത് പറ്റി കിച്ചു? എന്താ കിച്ചു പ്രശ്നം? പച്ചക്കല്ലുള്ള നീ കണ്ടിട്ടുള്ള ഇനി നീ കെട്ടിയിട്ടും കാര്യമില്ല. കാരണം എന്തായാലും നിനക്ക് തന്ന അനുവദിച്ച സമയം കഴിഞ്ഞ്. എവിടെയെങ്കിലും പോകുമ്പോൾ വാച്ച് കെട്ടാൻ തുടങ്ങിയ എങ്ങനെയാ കിച്ചു? എന്തായിരുന്നു ഡയലോഗ്? ആളെ എനിക്കറിയാം. ചിലപ്പോ ഇനി അതിലെന്തെങ്കിലും ഡാമേജ് ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ചിലപ്പോ അറിയത്തില്ലല്ലോ, നമ്മളെടുത്ത് കെട്ടി നോക്കിയാലല്ലോ വാങ്ങുന്നേ. മേ കോണ്ടാക്ട് കമ്പനി. എന്ത് പറ്റി എനക്ക്? അതിന് കുഴപ്പമില്ല. കഴിഞ്ഞില്ലേ? കോള് കഴിഞ്ഞില്ലേ? എത്ര മുറിക്കണോന്ന് ഞാൻ നോക്കട്ടെ. തന്നേ ഞാൻ വെച്ചിട്ട് ആവാഞ്ഞേ. ഡാമേജല്ല, മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. എന്റെ കൈ എത്ര നീളം ഉണ്ടെന്ന് നോക്കുന്നു. അച്ചാച്ചന്റെ വാച്ചല്ല എനിക്കിപ്പോ. എന്റെ എത്ര മുറിക്കണോന്ന് ഞാൻ നോക്കട്ടെ. അച്ചാച്ചന്റെ ഒരു അച്ചാച്ചന്റെ വാച്ചും എത്ര വാല് പോലെ കിടക്കുന്നു എന്ന് നീ പറഞ്ഞാൽ മതി. ഇതാ ഞാൻ പറഞ്ഞ വാച്ചിന്റെ മുക്കാലും കമ്പനി ഇറക്കുന്നത് ഞാൻ തിരിച്ചു കൊടുക്കണം. കളിച്ചോ കളിച്ചോ. കളിക്ക് കളിക്ക് കളിക്ക്. അതെന്താ സ്റ്റെപ്പ്? കൊച്ചു പറന്ന് ഉച്ചമ്മ വീട് പൊളിച്ച്. ഹരീഷേട്ട രക്ഷപ്പെട്ട്. പാട്ട് പാടിക്കൂടെ? പാട്ട് വെക്കരുത് പാട്ട്. കളിക്ക്. അഞ്ചു ചേച്ചി ഈ പാട്ട് വെച്ച കോപ്പിറൈറ്റാ ചേച്ചി. പാട്ട് വെച്ച കോപ്പിറൈറ്റ് വരും വീഡിയോയില്. അതെ പാടിക്കോ. കുഞ്ഞാ നീ ഒരു ഡാൻസ് കളിക്കും. ഞാൻ കപ്പിൾ ഡാൻസ് ആക്കാൻ ചേച്ചിയെ കൂടെ വിളി. അതാണ്
ഓ, ഇതാണ് ഡാൻസ് ടീച്ചർ. എണ്ണീക്കേട്ടാ, എണ്ണീക്ക് കളിക്ക്. അമ്മ മറന്നു. ഓ, അതുകൊണ്ടാണോ? അടുത്ത ആളുണ്ടോ കളിക്കാൻ? തകർപ്പൻ ബഹളത്തോട് ബഹളമൊക്കെ ഇവിടെ ഇതൊക്കെ പരിപാടി കോപ്പിറൈറ്റ് വരാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്കൊന്ന് സംസാരിക്കുന്നത്. അതേ ഇരിക്കുന്ന അടുത്ത ആള്. ആഹാ, എനിക്ക് കോപ്പിറൈറ്റ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുന്നത്. ആരൊക്കെയോ എന്തൊക്കെ പുറത്തുണ്ട് കേട്ടോ, ഒരു ടീം മൊത്തം. അതൊക്കെ മടുത്തത്. നൃത്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. താഴെ സീരിയസ് ആയുള്ള ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നു. അവളുടെ അനിയത്തിയാണ് ഇവൾ. ഇതിന് ഡാൻസും വേണ്ട, പാട്ടും വേണ്ട, ഗുണ്ടായിസമാണ് ഇത്. ഗുണ്ടായിസാണ്, ഗുണ്ടായിസ് ഇവള്. അക്കു, ഒരു പാട്ട് പാടിക്കോ അക്കു. എന്നാ ഒരു ഡാൻസ് കളിച്ചേ. ഇനി പാടാൻ നോടിയില്ലെന്നാ. ആരുടെ? അക്കുവിന്റെ പിണങ്ങിയ വാതിലൊക്കെ ഇടിച്ചിടുന്നു. കിച്ചോടെ പോയാ? കിച്ചു എന്താ പറഞ്ഞു വെച്ചേ? സാരമില്ല, നോക്കാണ്ട് പറ. അയൺ ബോക്സ് ഇരിക്കരുത്, പൊട്ടും. അക്കുനെ നിർത്താം, അക്കുനെ നിർത്താന്ന്. ആളുണ്ടോ? ഈ പിള്ളേരെല്ലാം ഓരോരുത്തർക്ക് ഫോണും കൊണ്ടിരിക്കുക. അയലോക്കാർക്ക് ഉറങ്ങണ്ട ഏതായാലും. അതെ, കോഴി ഇവിടെ പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് പഴം പഴം പഴം. ഇവിടുത്തെ ഇത്രയും കാലുകൾ ഈ വീട്ടിലുണ്ട്. കുറച്ച് കാലുകൾ പുറത്തു പോയിട്ടുണ്ട്. കള്ളക്കളിയാണേ. ആരാ കള്ളക്കളി ഇതിനകത്ത്? അക്കു ആയിരിക്കും. അക്കു രണ്ടും കള്ളക്കളിയാ. എന്താടാ അക്കു കളിക്കുന്നത് കാണട്ടെ. ആമിയാണ് അടുത്ത്. അക്കു എപ്പോഴാണ് കളിക്കുന്നത്? അക്കുവിന്റെ കളിയൊന്നും കാണട്ടെ. അക്കു കള്ളക്കളിയാന്ന് പറയുന്നേ. നീ പോകുന്നെന്തിനാ? ഇത് പിണക്കക്കാരിയാ അവള്. ഇത് പിന്നെ പിണങ്ങത്തേ ഇല്ല. അതിന്റെ പറ്റാത്ത ഇങ്ങോട്ട് വാ വന്നേ. ഇത് മറ്റൊരു യൂണിവേഴ്സാണ് ഗൈസ്. ഇത് മറ്റൊരു ലോകമാണ്. ആടാ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? നോട്ടം നോക്കിയേ.
ചില സമയം ഞാൻ കൈ കിട്ടിയതൊക്കെ കൊടുക്കുന്ന ഇവിടുത്തെ പട്ടിക്കുട്ടനാണ്. ആരാന്ന് പറയാൻ നോക്കുന്നതല്ലേ? അവനെ അങ്കൻവാടി പഠിക്കുന്നൊരു കൊച്ചാ. ബാ കാണിച്ചു തരാം. കണ്ടോ? അങ്കൻവാടിയില്ല, വാലുണ്ടെന്നേ ഉള്ളൂ. കണ്ടോ? അയ്യേ, അത് പട്ടിയല്ല, ഒരു മനുഷ്യനല്ലേ അത്. നിനക്ക് കാണാൻ പറ്റുന്നില്ല? ആ വാല് വാട്ടി പോകുന്നൊരു ചെറുക്കൻ. എടാ അതൊരു ചെറുക്കനാ. എടേ ആണടി. എൻ്റെ കാര്യങ്ങൾ നോക്കാനും എന്നെ നോക്കാൻ ഞാൻ കൊണ്ട് നടക്കുന്ന, എന്നെ കെട്ടിച്ചു വിട്ടടത്ത് എന്നെ എല്ലാവരും നോക്കുന്നോന്നറിയാൻ ഞാൻ കൊണ്ട് നടന്നതാ. നോക്ക്. ആ, അണ്ണാണി മറന്നു വെച്ചിട്ട് പോയ സാധനം ഹോട്ടലിൽ എടുക്കാൻ പോയതാണ്. ഇതെടുക്കുന്നവരെ അവിടെ ഈ നാട്ടിലാർക്ക് സമാധാനം കിട്ടിയിട്ടില്ല. ഇതിന്റെ കൈയുടെ പുറകിൽ എന്താ പറ്റിയ? ഒന്നുമില്ല, തോന്നിയത്. ഏ ഹേ അച്ചു. എടാ പയ്യാത്ത പൂച്ച മത്തിത്തല വെറുക്കല്ലെന്നൊരു ചൊല്ലുണ്ട്. ശരിയായോടാ? ഇപ്പൊ ശരിയായോ വണ്ടി? പ്രശ്നങ്ങളൊക്കെ മാറിയോ? ഈ വണ്ടീൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയോ? നാളെ വേണം. ഞങ്ങൾ രണ്ടോടെ മറ്റേ അമ്മു കിടുവിനെ കാണാണ്ട് കോളേജിൽ പോവായിരുന്നു. നീ കാണാണ്ട് ഞാനും കുഞ്ഞാങ്ങളും നാളെ ഇതിന് കയറിപ്പോ. തരൂലടാ, തരൂല. കിച്ചു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അച്ചു കിച്ചു അല്ല, അയൺ ബോക്സ് കൊടുക്കണമായിരുന്നു. വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു സർവീസിങ്ങിന്, അത് വാങ്ങിക്കണമായിരുന്നു. ഞാനപ്പോൾ വണ്ടി പുറത്താണുള്ളത്. എൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. സാധനം എടുത്തിട്ട് അകത്ത് പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്നതായിരിക്കും ഗൈസ്. നല്ല രസമാണ്. പണ്ടൊക്കെ ഇങ്ങനെ വീടുകളിൽ കാണൂല, കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക്. ഇവരിപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. പഴയ തലമുറ തുടങ്ങി വെച്ചു. ഇപ്പോഴത്തെ തലമുറ, ഇനി അടുത്ത തലമുറ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താ നിന്നെ കാണിച്ചാ? നീ വല്ല കൊള്ളരുതായ്മയും കാണിച്ചിട്ട് വന്നാ? ഞാൻ ക്യാമറ കൊടുക്കുമ്പോൾ അവൻ ചുമയ്ക്കാൻ തുടങ്ങും. തണുപ്പത്ത് പോയിട്ട് വന്നില്ലേ ഇപ്പോ? എൻ്റെ തൊണ്ട ശരിക്കും ഇൻഫെക്ഷൻ ആയിരുന്നു. സമാധിയാക്കുന്നു. സമാധിയാക്കാനുള്ള കുഴിയാണ്. ചമ്മന്തിക്കുഴിയുണ്ട് സീതത്തോട്. ഇവിടെ നിന്റെ സമാധിക്കുഴി. കാറ് കയറാൻ പോവാ? ഒന്നുകൂടെ നിൽക്ക്. എനിക്കറിയാം. നീ വള്ളി നിക്കർ ഇട്ടോണ്ട് കിടന്ന കാലത്ത് ഞാൻ വണ്ടിയുടെ സ്റ്റിയറിങ്ങിലായിരുന്നു ഒന്ന്. അങ്ങ് ധാരാവി ഒഴിപ്പിച്ച ആളാണ് ഞാൻ. ആളെന്ന് കാണട്ടെ. നീ ധാരാവി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഒന്നുകൂടെ കേട്ടോ. ഇതില്ലാതൊരു ജീവിതം എനിക്കില്ല. എവിടെ ഉണ്ട് ചെരുപ്പുകൾ? ഏതൊരു 100 കൂട്ട സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട് എൻ്റെ തന്നെ. ഞാൻ ഇതെല്ലാം കൂടെ ഏതാ ഇടുന്ന? എങ്ങനെയാ? അതാ ഇപ്പൊ എനിക്ക് വീട്ടിൽ ഇടാൻ തോന്നിയില്ല. കുഴി വീടരുത്. എന്നെ കൊണ്ട് വയ്യ വാരാൻ. ഞാനൊന്ന് സമാധിയാക്കിട്ട് അടുത്ത കണ്ടന്റ് ആക്കും. സമാധി അറിയാലോ, ട്രെൻഡ് ആയിരുന്നു ഒരു സമയത്ത്. 4 ചെമ്പരത്തിപ്പൂവും പറിച്ചാ പുറത്തോട്ടങ്ങ്. എന്നിട്ട് വരുമ്പോ പറയണം, എന്നിട്ട് കിച്ചു സമ്മതിക്കില്ല. ഞാൻ തന്നെ അങ്ങ് വീഡിയോ ഇടും. എന്നിട്ട് ആദ്യം ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. ഈ അമ്പലം വർഷത്തിലാണ്. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ എന്തോ ഒരു സമയത്ത് ഇവിടെ ഉത്സവമൊക്കെ ഉണ്ട്. ഉണ്ടാ, ഈ അമ്പലത്തിൽ പൂജയുള്ളതാ. എന്നും എന്തോ ഒരു പ്രത്യേക ദിവസം തുറക്കുന്ന. ഉഷാമ്മയുടെ മുഖം. നീ ഉഷാമ്മേനോട് പോയി ചോദിക്കും. പാട്ടുള്ളിടത്തെ പാട്ട് കേൾപ്പിക്കാൻ. ഉഷാമ്മയോ? ഉഷാമ്മ ആരാന്നോ? ഉഷാമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാന്ന്. അങ്ങോട്ടൊക്കെ പാട്ടൊക്കെ നിർത്തിപ്പിച്ചോ. മതി. നീ പറഞ്ഞാ നിർത്തത്. രാജാവിനെ ഉഷാമ്മയുടെ പൈ ഉഷാമ്മയെ കാണാനില്ല. അമ്പലത്തിന്റെ എന്നാ ഉത്സവം നടത്തുവോ? ഉത്സവം എന്നാ തുറക്കുന്ന? ഇത് അങ്ങനെ സമയമല്ലേ ചോദിച്ചപ്പോ എല്ലാ മാസമാണോ വർഷത്തിലൊരിക്കലാണോ? ഇപ്പൊ ഭജന വേണോന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ആഴ്ചയോ? ഒരാള് പറഞ്ഞു വർഷത്തിൽ ഒരിക്കലൊക്കെ തുറക്കത്തുള്ളൂ. ആ ആളാണ് ദാണ്ട് ഈ നിൽക്കുന്നത്. ധാരാവി ഒഴിപ്പിച്ചൊന്നും കണ്ട് കാര്യമില്ല. ധാരാവി ഒഴിപ്പിച്ചാക്കി ഇതൊന്നും അറിയത്തില്ല. ചൊവ്വാഴ്ച മാത്രമേ ഉള്ളൂ. ഇൻഫർമേഷൻ പറയല്ലോ. ഞാൻ
ഉത്സവം ഇല്ലെന്ന് പറഞ്ഞാലുള്ളത് കാട്ടവൻ ഇവിടെ അല്ലേ താമസിക്കുന്നത്. ആഴ്ച എത്ര ദിവസം തുറക്കുന്നത്? ഉഷയമ്മയുടെ ഉഷയമ്മയുടെയും ചെറിയച്ഛൻ്റെയും ഒരു മോൻ പറയുന്നു 2 ദിവസമെന്ന് ഉത്സവമില്ല ഭജനയെന്ന്. ആ മകൻ പറയുന്നു ചൊവ്വാഴ്ച, പക്ഷെ വർഷത്തിലൊരിക്കൽ ഉത്സവം ഉണ്ടെന്ന്. കണ്ണു തുറന്നാൽ കാണുന്ന ഈ അമ്പലം ഇത് 2 ദിവസം. ഞാൻ പറഞ്ഞില്ലേ ഫോൺ എടുക്കുമ്പോ ചൊവ്വ തുടങ്ങും. അയ്യോ കണ്ടിന്യൂ, അതാ നല്ലേ. അച്ഛൻ പറയുന്നു ചൊവ്വയും വെള്ളിയും തുറക്കും, ഉത്സവം ഇല്ല, ഇടയ്ക്കൊരു ഭജന ഉണ്ട്, ഭജന ഉണ്ടെന്ന്. കണ്ണാക്ക് പറഞ്ഞ് ചൊവ്വാഴ്ച തുറക്കും, വർഷത്തിലൊരിക്കൽ ഉത്സവം ഉണ്ട്. ഇതിലേതാണ് സത്യം? ചൊവ്വയായിരുന്നു ചൊവ്വാഴ്ച ഇത് കേൾക്കുമ്പോ വിചാരിക്കും അത് ചൊവ്വയായിരുന്നു വെള്ളിയായിരുന്നു. അടിച്ചിട്ട് ഉത്സവമുണ്ട്. ഞാൻ കണ്ടിട്ടില്ലല്ലോ. അമ്പലം തുറന്ന് ഉത്തപ്പനോട് ചോദിക്കേണ്ടി വരും. കിച്ചുവിന്റെ ആരാധികമാരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ വാടാ, നീ ഇവിടെ കിച്ചുവിന്റെ ഗ്രൂം ടു ബി ആണ്. ഈ മറ്റന്നാൾ കിച്ചുവിന്റെ കല്യാണം. കിച്ചുവിന്റെ വീട്ടുകാരുടെ ശ്രദ്ധയ്ക്ക് പെണ്ണും ചെറുക്കനും അങ്ങ് വന്നോളൂ. അതെ, വിളക്കൊന്നും എടുക്കൂല, എന്തായാലും പേടിക്കണ്ട, ചൂല എടുക്കൂ. അങ്ങനെ അവൻ ബുദ്ധിമാൻ. അവൻ ആദ്യം അവളെ പറഞ്ഞു വിടും, എന്താ അവസ്ഥ എന്നറിഞ്ഞിട്ട് അവൻ കയറൂ, മുന്നിൽ ഇവനോടും. രാവിലെ എണീറ്റ് ചോദിച്ചു, കുഞ്ഞാച്ചേട്ട ഈ താലി കെട്ടുന്ന കെട്ട് എങ്ങനെയാ കെട്ടുന്നതെന്ന്. പോകുന്ന വഴി ഒന്ന് കെട്ടേണ്ടി വന്നാലോ ഒന്ന്, അല്ല പെട്ടെന്നൊന്ന് കെട്ടേണ്ടി വന്ന എന്തോ ചെയ്യുമെന്ന്. എന്താ അറിയാമല്ല, പോകുന്ന വഴി അറിയാവുന്നവരെ കൊണ്ട് കെട്ടിക്കാന്ന്. ഇത് ശരിക്കും പറഞ്ഞ കുഞ്ഞാവയ്ക്ക് മേടിച്ചതാണ്, പക്ഷെ ആള് സ്ഥലത്തില്ലാതെ പോയി. ഇത് താലികെട്ടല്ലോ, ചേന്നോ ഒത്തോടാ. ഇതെന്തത് മത്തി വറക്കാൻ ഇട്ടേക്കുന്നു. ആദ്യ കഷ്ണം സ്വന്തം മയിലോട്ട് വിടരുത്. കുഞ്ഞവാ കുഞ്ഞാ, ഈ 3-4 അവർ വേറെ ലോകത്താ, വിട്ടേര്, നമുക്ക് കുറിക്കാം. അത്ര ഗമയുള്ളവരൊന്നും വരണ്ട, അതല്ലേ. ഉഷമ വിളി, നിർമ്മലമ്മയൊക്കെ വിളി. അന്നോ പറ്റിയില്ല. കുഞ്ഞാ വാ ഗ്രൂം ടു ബി, കണവേ കുഞ്ഞാ വാ ഗ്രൂം ടു ബി, വാ ഇങ്ങോട്ട് വന്നേ. അല്ല വാന്ന് അതിന് അല്ല കണ്ട, അടുത്ത കണ്ണാപ്പിക്ക ഇങ്ങോട്ട് വന്നേ. അതെ, അടുത്ത നമ്പര് കണ്ണാപ്പിക്കാം. നമുക്കൊരു വലിയ ചരിവ് എടുത്ത് അല്ലെങ്കിൽ കവറിൽ എല്ലാവരുടെ ഫോൺ മേടിച്ചിട്ടാലോ? വീഡിയോ എടുത്തിട്ടല്ലേ വേണ്ട, ഞാനും ഇട്ടേക്കാം. പിന്നെ എല്ലാരും ഇവിടെ നോക്കിയിരിക്കും. ആവുഞ്ഞ അത് മുറിക്കൂ, കിച്ചു നീ മുറിച്ചോ. എല്ലാവർക്കും കിട്ടണം, ഇല്ല നീ വേറെ മേടിച്ചോണ്ട് വരേണ്ടി വരും. ഇതെന്താ എഴുതിയേക്കുന്നതെന്ന് വായിക്കേ? ഗ്രൂം ടു ബി, അതായത് കല്യാണം കഴിക്കാൻ പോകുന്നു, അതിനു വേണ്ടിട്ടാ. ഗ്രൂം ടു ബി അതായത് കല്യാണം കഴിക്കുന്നതിന് തൊട്ട് ബാച്ചലർ പാർട്ടി കൊടുക്കൂലേ? ഈ കേക്ക് തിന്നാൻ കിട്ടുമോ ഇന്ന്? കൊറേ നേരമായില്ലേ, നീ മുറിച്ചോ? ഇതെന്തോന്ന് ചക്ക മുറിക്കുന്നോ? ചക്ക മുറിക്കുന്ന പോലെ കേക്ക് മുറിക്കുന്ന അണ്ണ കണ്ടോ? അനീഷേട്ടായി 1 മില്യൺ ആൾക്കാർ എന്തായാലും ആ വയർ കണ്ടിനി ഷർട്ടൊന്നും ഇടണ്ട. ഒരു 10 ലക്ഷം ആൾക്കാർ എന്തായാലും കണ്ടിനി ഇപ്പൊ ഒന്നും ഇടണ്ട. ഈ ബർത്ത്ഡേ ഒന്നും ഇല്ല. ആ
ഓരോ നുള്ളു കൊടുക്കാൻ ഇങ്ങനെ ഇങ്ങനെ മണപ്പിക്കാന്ന് പറഞ്ഞ ഐസ്ക്രീമിന്റെ പനിയുള്ള കൊച്ചിന് ഐസ്ക്രീം മണപ്പിച്ചിട്ട് ഓടി, അവൻ പിന്നെ മേടിച്ച് തന്നിട്ട് പനി ഓടി. നിനക്ക് കൊള്ളാവെന്ന് നോക്കട്ടെ, കൊള്ളാമെങ്കിൽ പിന്നെ ബാക്കി മുറിച്ചാൽ മതിയല്ലോ. നല്ല കേക്കാ. പക്ഷികൾ തോവൽ വിരിച്ചു നിന്നു നാദാ നീ വരും വന്ന് മിസ്റ്റർ പോഞ്ഞിക്കര അച്ചു ക്യാം ഒരു കടി കൂടെ കൊടുത്തു. അടുത്ത ചാൻസ് തന്നെ ഇതെന്താ ചുരുക്കിയ അടുക്കള നിറഞ്ഞു. ഇപ്പൊ ലൈറ്റ് വന്നു. പാടുന്നോ? പാട്, എന്നാ ഡാൻസ് കളിക്കുവാ. എൻ്റെ കോഴിക്കുഞ്ഞ് മിസ്സായി ഗൈസ്. എൻ്റെ കോഴിക്കുഞ്ഞ് ഇപ്പം കാറിലിരുന്ന് ആരോടേലും സൊള്ളുന്നുണ്ടായിരിക്കുവേ. ഇപ്പോൾ ഒന്നും അറിയാത്തോലിരിക്കും. കണ്ട എടാ കള്ള കാട്ടുകോഴി, നിന്നെ കാണാണ്ടായപ്പോൾ അവിടെ ഇത്രയും ഗാനം വേണം നടക്കുമ്പോൾ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തനെ ഞാൻ പറഞ്ഞ് നന്നാക്കി. കുഞ്ഞാക്കി ഇപ്പോൾ കഴിക്കുമ്പോൾ ഫോണ് വേണ്ട, കൂട്ടക്കൂടി ഇരിക്കുമ്പോൾ ഫോണ് വേണ്ട, ഫോണിൽ ഗെയിം ദിവസം ഒരു തവണയാക്കി. ഇതൊക്കെ കണ്ടു പഠിക്കും. നിന്നെയാണ് ഈ അടുത്ത നന്നാക്കുന്നത്. കാണിക്കട കോൾ ലിസ്റ്റ് ഇനി അവൾക്ക് കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ. ഗൈസ്, എനിക്കൊരാളെ ഒന്ന് പെരുമാറാനുണ്ട്. നീ ചുമയും പിടിച്ച് തണുപ്പത്ത് വന്നിരിക്കുന്നത് എന്തിനാ? ആണോ? നിന്നെ ഞാൻ എടുക്കടാ ഫോൺ. ഞാൻ ഇവനെ ഒന്ന് പൊരിച്ചിട്ട് വരാവേ. അങ്ങനെ ഒരു അടിച്ചുപൊളി പരിപാടിക്ക് ശേഷം ഞാൻ പോവുകയാണ്. ദേണ്ട് പിന്നെ ഈ കോഴിക്കുഞ്ഞിനകത്തിരിപ്പുണ്ട്. ഇപ്പൊക്ക് മുഖം നോക്കി കാര്യം പറയാൻ അറിയാം. എൻ്റെ മോൻ നോക്കി വായിക്ക്, ലൈറ്റ് അടിച്ചു തരാം. അത്രേ ഒരു കള്ള മുഖം.